ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പില്ലോസൊക്കെ സാധാരണ നമുക്ക് വാഷ് ചെയ്യാൻ കഴിയാറില്ല അല്ലേ. അപ്പോൾ പില്ലോയിലൊക്കെ ഒരുപാട് ചളി ഉണ്ടാവാറുണ്ട്, അതുപോലെ മെഴുക്ക് എണ്ണമയക്കൊക്കെ. അപ്പോൾ നമുക്ക് പില്ലോൻ്റെ ഈ ഒരു കവർ എന്ന് പറയുന്നത് നമുക്ക് കഴുകാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു കവർ, ഇതിൻ്റെ പുറമേ ഇടുന്ന കവർ മാത്രമേ നമുക്ക് കഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കവർ, ഈ ഒരു ഭാഗത്തെ ചളിയൊക്കെ പോക്കാനായിട്ടുള്ളൊരു നല്ലൊരു ടിപ്പായിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഹാൻഡ് വാഷ്, ഏത് ഹാൻഡ് വാഷാണോ ഉപയോഗിക്കുന്നത് അതൊരല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏത് പേസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. കൂടുതലും വൈറ്റ് പേസ്റ്റാണ് നല്ലത്. കോൾഗേറ്റ് ആണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ഹെർബലിൻ്റെ ടൂത്ത് പേസ്റ്റാണ്. ഇനി ഇതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വൈറ്റ് പേസ്റ്റ് കോൾഗേറ്റ് കയ്യിലുള്ളവർ കൈ കരുതുക, അല്ലെങ്കിൽ ഒരു 5 രൂപക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക. ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഹാൻഡ് വാഷും കോൾഗേറ്റും മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഹാൻഡ് വാഷ് ഇല്ലാത്തവരാണെങ്കിൽ കംഫർട്ട് എടുക്കട്ടോ. കംഫർട്ടൊക്കെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഹാൻഡ് വാഷിനേക്കാളും നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക. ഇത് ജസ്റ്റ് ഇതിലേക്ക് നന്നായി ഒന്ന് കുറച്ചൊരു നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. നോർമൽ വാട്ടർ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു കഷ്ണം തുണിയാണ് കേട്ടോ. അപ്പോൾ ഈ തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മടക്കിയിട്ട്, ഇതുപോലെ രണ്ടായി ഒന്ന് മടക്കിയിട്ട് ഞാനിതിൽ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോൾഗേറ്റൊക്കെ ഇതിൽ നന്നായി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു പദമുണ്ട്, സ്മെല്ലും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ്സാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഞാനത് അതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ പില്ലോ എടുത്തതിന് ശേഷം നമുക്കിതാ ഈ ഗ്ലാസ്സിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു തുണിയിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിച്ചത്. അതുകൊണ്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണങ്ങിയ തുണി കൊണ്ട് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി അബ്സോർബ് ആവുന്നത് കണ്ടോ. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് നമുക്ക് നനച്ച തുണി കൊണ്ടോ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇത് സോപ്പ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, എല്ലാം ഇങ്ങനെ കാണിക്കില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതൊന്ന് ഉണക്കിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ വെയിലൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നമുക്കത് ഉണക്കിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഉണക്കിയെടുക്കാനുള്ള ഒരു ടിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ എടുക്കുന്നുണ്ട്. ഈ കുക്കർ നമുക്ക് ചെയ്യുന്നത് പറയുന്നത് ഇതുപോലെ ഗ്യാസ് തുറന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് കുക്കർ കമഴ്ത്തി വെക്കുക കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ലൊരു ചൂട് വരും. ഇത് കറയല്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് അതുമ്പോൾ പിടിച്ചു പോയതാണ്, അതുകൊണ്ട് ഇത് ചളിയൊന്നല്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നല്ല ഈ ഭാഗം നല്ല വൃത്തിയുള്ളതായിരിക്കണം. ഇപ്പം അത്യാവശ്യം നല്ല ചൂട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തലയിണ ജസ്റ്റ് നനഞ്ഞ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അധികം ചൂടാവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഗ്യാസ് ഒന്ന് സിമ്മാക്കി കൊടുക്കുക. ചൂട് നമ്മൾ അയൺ ബോക്സിനെ പോലെ തന്നെ ജസ്റ്റ് കൺട്രോൾ ചെയ്യണം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തീർച്ചയായും ആ ഒരു ചൂടുകൊണ്ട് തന്നെ നമ്മുടെ തലയണ നന്നായി ഉണങ്ങും കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ നന്നായി ഉണങ്ങി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇതേപോലെയുള്ള ഭാഗം പോലെ നന്നായി ക്ലീൻ ആവും. അപ്പോൾ തലയണൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ.